മൂലേകൽപ്പദ്യമസ്യദുർഗണേനഭും ചാരോത്നാസനസം മാമാങ്കാരൂഢഗൗരിനിപിടപരാഭോഗാടോ ഓടം സർവാലങ്കാരകന്ദം മരവർഷമൃഗാഭീഷബാഹം ത്രിനേത്രം വന്ദേ ബാലേന്ദുബോലിംഗജവദൻഹാഭ്യാം ഉപ ആശിഷ്ടപാർശ്വം ഓം ഹ്രീം നമ ശിവായ നമ. ഇരുതിര വരുന്നവർക്ക് ദുരിതരെ വരം നൽകുന്നതായ അഭ്യർത്ഥിക്കാതെ തന്നെ പണ്ടപരപ്പും പരാതിയും പറയാതെ തന്നെ നാമം ജപിച്ച് തൊഴുത് 3 പ്രദക്ഷിണം വെച്ച് ശേഷം പുഷ്പാഞ്ജലി ധാരകളുടെ പ്രസാദം വാങ്ങിപ്പോകുന്ന പൂർവ്വക്ഷേത്രങ്ങളിലൊന്നായ കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട് ഒരു പാത്രത്തിൽ തന്നെ നേദിക്കപ്പെടുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ പാർവതി ദേവി അവിടെ നൈവേദ്യത്തിൻ്റേതായ അമൃത അംശത്തെ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ആ അമൃതാംശത്തെ സ്വീകരിച്ച ശേഷം നിർമ്മലമായി തീർന്നിരിക്കുന്നതായ പ്രസാദം വിതരണം ചെയ്യുന്നതായ ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാകുമ്പോൾ 1, 2, 3 രോഹിണി മകീരം തിരുവാതിര ദിവസങ്ങളിൽ ചിട്ടപ്രകാരം പഴയ രീതിയിൽ തന്നെ എട്ടങ്ങാടി 8 കൂട്ടം ഒന്നും കുറയാതെ മകീരമുള്ള സമയത്ത് 2-ാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാനും ഭഗവതിക്കും ഒറ്റപാത്രത്തിൽ നിന്ന് നേദിക്കപ്പെടുമ്പോൾ അവിടെ നിറപാത്രത്തിൽ നേദിക്കപ്പെടുമ്പോൾ നിറഞ്ഞു തുളുമ്പുന്നതായ ചൈതന്യം, നിറഞ്ഞു തുളുമ്പുന്നതായ ഐശ്വര്യം, നിറഞ്ഞു തുളുമ്പുന്നതായ സ്നേഹം, നിറഞ്ഞു തുളുമ്പുന്നതായ വിശ്വപ്രേമം നൽകുന്നതായ ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം. അനുക്കുട്ടേട്ടൻ മലയത്താറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ രാവിലെ 3-ാം തീയതി രാവിലെ 6 മണിയോടുകൂടി തുടങ്ങുന്നതായ അഷ്ടദ്രവ്യ ഗണപതി ഹോമം. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം മണ്ഡപത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ട് ഭഗവാന്റെ ഹൃദയഭാഗത്ത് അവിടെ നവക പഞ്ചഗവ്യ അഭിഷേകങ്ങൾക്കുള്ളതായ കലശപൂജ ആരംഭിക്കുകയായി. കലശപൂജ കല എത്ര ശരി നമ്മളല്ലെങ്കിൽ കുടന്നാ പറയാറില്ലേ, കല ശയിക്കുമ്പോൾ മാത്രമേ അത് കലശക്കുടമാകുന്നു. അങ്ങനെ നമ്മളാകുന്ന ശരീരമാകുന്ന നമ്മുടെ ശരീരത്തിലൂടെ നമ്മുടെ ആത്മാവാകുന്ന കലശം നിറച്ചുകൊണ്ട് നമ്മൾ തന്നെയാകുന്ന കലശത്തെ അവിടെ ആടുമ്പോൾ തന്ത്രി ആകുന്നതായ പ്രധാന കലശം, ആ കലശത്തിൽ തന്ത്രിയുടെ ആത്മാവ് അതിൽ സ്വീകരിച്ചുകൊണ്ട് തന്ത്രിയുടെ ആത്മാവായ വെള്ളിക്കുടത്തിലുള്ളതായ കലശം. അപ്പോൾ പരികലശങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. പിന്നെ പഞ്ചഗവ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ്. പശുവിൻ്റെ ഗോമാതാവിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്നതായ പാലിൽ നിന്നും നിൽക്കുന്നതായ എല്ലാം, അതുപോലെ തന്നെ ചാണകം. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായ ഗോമൂത്രം. ആയുർവേദ ഇവരൊക്കെ ബ്രാൻഡഡ് ആയിട്ടുകൊണ്ട് തന്നെയാണ് മദ്രാസിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ബ്രാൻഡഡ് ആയിട്ട് തന്നെയാണ് ഗോമൂത്രം നൽകുന്നതെന്നർത്ഥം. രാവിലെ വെറും വയറ്റിൽ ഗോമൂത്രം 1 സ്പൂണിൻ്റെ പകുതി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ജീവിതകാലത്ത് പിന്നെ ഉള്ളിൽ ക്യാൻസർ ഉണ്ടാവില്ല. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായ ഗോമൂത്രം, ദഹനത്തെ ക്ലിയർ ചെയ്യുന്നതായ ഗോമൂത്രം. അതുപോലെ ഗോമൂത്രം തളിച്ചു കഴിഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലും ഇൻസെക്ട്സും വരുന്നില്ല എന്നർത്ഥം. അവിടെ ഏതൊക്കെ ഉറുമ്പടക്കമുള്ള ഗോമൂത്രം തളിച്ചെടുത്ത് പിന്നീട് ഒന്നും വരില്ല എന്നർത്ഥം. അത്രയേറെ ഔഷധ വീര്യങ്ങളായ ഗോമൂത്രം. അതുപോലെ തന്നെ തൈര്, അതുപോലെ തന്നെ പാല്, പിന്നെ ഒരു നെയ്യ് മുതലായവയോടുകൂടി തന്നെ 5 വസ്തുക്കളെ കൊണ്ട് അഭിഷേകം കഴിക്കുമ്പോൾ അവിടെ ബിംബം ഉരച്ച് ശുദ്ധിയാക്കി ഇഞ്ച കൊണ്ട് ഉരച്ച് ശുദ്ധിയാക്കിയ ശേഷം പഞ്ചഗവ്യ പായസം നയിച്ച ശേഷം ഭഗവാൻ അവിടെ ക്ലിയറായി. പിന്നീട് അവിടെ ഭഗവാൻ ക്ലീനായി. നമ്മുടെ ശരീരം അങ്ങനെയാണ്, വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് ശരീരം. അതുപോലെ തന്നെ ഭഗവാന്റെ ശരീരവും സൂക്ഷിക്കേണ്ടത്. അങ്ങനെ കൃത്യമായിട്ട് ഉള്ളതായ മാലിന്യങ്ങൾ മാറി പഞ്ചഗവ്യ അഭിഷേകത്തിന് ശേഷം നവക അഭിഷേകങ്ങൾ നടന്നതിന് ശേഷം ഉച്ചപൂജ നടക്കുമ്പോൾ രാവിലെ മേശാന്തി ഉഷപൂജ ധാരയോടുകൂടി തന്നെ ഉഷപൂജ കഴിയും. അതിനുശേഷം ഉച്ചപൂജ ഗംഭീരമായ രീതിയിൽ. അദ്ദേഹത്തിന് ധാരാളം പൂവ് വേണം അർത്ഥം. അതിനുശേഷം ധാരയ്ക്കും ഇഷ്ടമാണ്, പൂവും ഇഷ്ടമാണ്. ധാരാളം പൂവ് വേണം അനുക്കുട്ടേട്ടൻ മലയത്താറ്റിന്. കാരണം എത്രയായാലും തലപ്പുഞ്ച മഹാദേവനെ ഉപാസിച്ച അദ്ദേഹത്തിന് അറിയാമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ കവിയായിരുന്നതായ മാഷായിരുന്നതായ പഞ്ചാസ്യം മഴുവാൻ വരാഭകരം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായ സുന്ദരമായ കാരുണ്യവാരാശിയായി അഞ്ചിക്കുഞ്ചി രിശിക്കുമ ഗിരിജയെ തണ്ടങ്ങമേറ്റും തലപ്പുച്ച ക്ഷേത്രമഹേശ നൽകുക വരം സത്യം ശിവം സുന്ദരം ഉള്ളതായ സംസ്കൃത വൃത്തത്തിലൂടെ തന്നെയുള്ളതായ ശ്ലോകങ്ങൾ, ധാരാളം ശ്ലോകങ്ങൾ. അതിനൊന്നും വർണ്ണിക്കാൻ കൂടുതൽ സമയമില്ല. കവിയായിരുന്നതായ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കുന്ന ഗണപതിക്ക് അടുത്ത് നിൽക്കുമ്പോൾ എല്ലാവരെയും തൊഴിച്ച് നിർത്തി നിന്ന് ഗജാനനം ഭൂതഗണാതിസേവിതം മുതലായ കീർത്തനങ്ങളടക്കം, ഗണപതിയുടെ കീർത്തനങ്ങളടക്കം, തുമ്പൈക്കലർന്ന പൊൻകലശവും മറ്റുള്ള കൈവത്തലും നാരങ്ങാഗതയും കനുമ്പുദശ ശൂലം ദശാചക്രവും പിന്നെ പങ്കജമുട്ട് വാസമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടല്ലും വിനായകനെ തേക്കേറ്റം തുണച്ചിടണം എന്നുള്ളതായ മലയാള ശ്ലോകം അടക്കം അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് നിർത്തി
ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നതായ 40ഓളം വർഷം കഴിച്ചതായ ഈശ്വരൻ തിരുമേനി പുളിക്കാമടവും അവർ രണ്ടുപേരും കൂടെ യോജിച്ച് നിന്നുകൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അത്ഭുതകരമായി ശുദ്ധാനുവൃത്തികളോടുകൂടി തന്നെ ഒന്നുമില്ലാതിരുന്നതായ, ഒരു മേൽക്കൂരയില്ലായിരുന്നതായ, നിറച്ച് പാമ്പുകൾ നിറഞ്ഞതായ, ഇഞ്ചമുള് നിറഞ്ഞതായ ഒരു ക്ഷേത്രത്തെ ഈ രീതിയിൽ എത്തിച്ചു. പിന്നീട് വേറൊന്നും നടന്നിട്ടില്ല എന്നർത്ഥം. പിന്നീട് വേറൊന്നും നടന്നിട്ടില്ല. കാരണം ആരുടെ കഴിവാണോ കഴിവ് കേടുകൊണ്ട് പിന്നീട് ചുറ്റമ്പലത്തിൻ്റെതായ തറക്കല്ലിന് ശേഷം പകുതി പണിതിന് ശേഷമാണ് അദ്ദേഹം തന്ത്രി മണയത്താറ്റ് അനിക്കുട്ടൻ്റെ അച്ഛൻ ദേഹം വെടിഞ്ഞത് എന്നർത്ഥം. പകുതി ചുറ്റുമതിലിൻ്റെ പണി അന്ന് കഴിഞ്ഞിരുന്നു എന്നർത്ഥം. എന്നിട്ടാണ് അദ്ദേഹം ദേഹം വെടിയുകയും പോലും ചെയ്തത്. അപ്പോൾ ദേഹത്തിനല്ല പ്രധാനം, ദേഹത്തെ തഴുകുന്നതായ ദേഹിയായ ആത്മാവിനാണ് പ്രധാനമെന്ന് സങ്കല്പിച്ചുകൊണ്ടതാ ഉജ്ജ്വലമായ മുഹൂർത്തത്തിൽ നടക്കുന്നതായ കലശപൂജയിലേക്കും ആ കലശപൂജയ്ക്ക് ശേഷം ഉച്ചപൂജയിലേക്കും, അതാണ് ദർശനപ്രധാനം കലശപൂജ. ധാര ദർശനപ്രധാനം, പൂജയെക്കാളും പ്രധാനം ധാരയ്ക്കും കലശം കൊണ്ടുതൊഴിലാണ്. ദർശനപ്രധാനമായ കലശാഭിഷേകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും നേരത്തെ തന്നെ എത്തിച്ചേർന്ന് ഗണപതി ഹോമ സമയത്ത് തന്നെ എത്തിച്ചേർന്ന് ഗണപതി ഹോമത്തിനും അതുപോലെ തന്നെ കലശത്തിനും പേരും നാളും കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം പേരും നാളും കൂട്ടി അവിടെ കലശാഭിഷേകം കഴിക്കുമ്പോൾ ലോകത്തിലെ എല്ലാവരുടെയും പേരും നാൾ അദ്ദേഹം പൂജ കഴിക്കുന്നത് അങ്ങനെയാണ്. അശ്വതി ഭരണി എന്ന് തുടങ്ങി എല്ലാവരുടെയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമല്ല. എവിടെ കലശപൂജ കഴിച്ചാൽ എല്ലാ നാളും കൂട്ടി എല്ലാവർക്കും വേണ്ടി നന്മയൊക്കെ കൊണ്ട് കൂളത്തിൽ പുഷ്പാഞ്ജലി അടിച്ചുകൊണ്ട് അവിടെ സമർപ്പിക്കുമ്പോൾ ശാന്തിക്കാരൻ്റെയും ജീവനക്കാരുടെയും നാട്ടുകാരുടെയും മണയത്താറ്റ് കുടുംബത്തിൻ്റെയും ഐശ്വര്യം നൽകുന്നതായ, ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ മുകളിൽ കയറി കിടക്കുന്നതല്ല ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഗ്യാരണ്ടി, മനസ്സമാധാനത്തോടെയുള്ള രോഗങ്ങളില്ലാതെയുള്ളതായ ജീവിതത്തിലാണ് ഐശ്വര്യം. ആ ഐശ്വര്യം നൽകുന്നതായ ലോകത്തിലെ ഒരു ക്ഷേത്രത്തിലേക്ക് 1, 2, 3 തീയതികൾ നടക്കുന്നതായ ഉത്സവത്തിലേക്ക് മുകളിലേക്കുള്ള ചൈതന്യത്തിൻ്റെ പ്രയാണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വമേധയാ ഭഗവാൻ എത്തിക്കണം. ഭഗവാന്റെ കാരുണ്യത്തോടുകൂടിയുള്ള കടാക്ഷത്തിൽ തന്നെ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു രീതിയിൽ ഭഗവാന്റെ തൃക്കണ്ണ് തുറന്നുകൊണ്ട് അതിൻ്റെ ശൂലം തുറന്നുകൊണ്ടുള്ള രീതിയിലുള്ളതായ പെരുമാറ്റത്തിലൂടെ സാത്വിക ഭാവത്തിൽ വെടിഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ചില കാരണങ്ങൾ ഉണ്ടാക്കി എത്തിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെ വരുത്താതിരിക്കുക, അല്ലാതെ വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാൻ കാരണമുണ്ടാക്കി വരുത്തും. അത് ചിലപ്പോൾ കുറച്ച് കടന്ന കൈയായിരിക്കും. ആ കടന്ന കൈയല്ലാതെ സമർപ്പിക്കുമ്പോൾ അവിടെ സമർപ്പിക്കുന്ന വസ്തുവിനാണ് ചൈതന്യം കൂടുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പത്രം, പുഷ്പം, ഫലം, ചേന, കാച്ചിൽ, കായ, തേങ്ങ, ഇല, പൂവ് ഇന്നത് വേണമെന്നില്ല എന്നർത്ഥം. എന്തു വേണമെങ്കിലും സമർപ്പിക്കാം. അവനവൻ്റെ നാട്ടിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, അത് അവിടെ ഹരിയേട്ടൻ പ്രത്യേകം പറഞ്ഞതാണ്. ഇവിടെ നാട്ടിലുണ്ടാകുന്ന ഇത്രയും ആവാസ വ്യവസ്ഥകളുള്ള, ഇത്രയും നാട്ടിലെ ഉൽപ്പന്നങ്ങളുള്ള ക്ഷേത്രം വേറെ ഇല്ല. നാട്ടിൽ കിട്ടുന്നതായ ഇതിന് ചുറ്റുമുള്ളതായ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് ഉത്സവം ഗംഭീരമാക്കി തീർക്കുക. കലവറ നിറയട്ടെ. ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം പൂക്കളെ കൊണ്ടും കായകളെ കൊണ്ടും ചേന കൊണ്ടും കാച്ചിലും കൊണ്ടും നിറയുമ്പോൾ ലോക ചരിത്രത്തിൽ നമ്മുടെ ക്ഷേത്രം നെറുകയിൽ ഈ ഉത്സവത്തോടുകൂടി എത്തിച്ചേരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിനയത്തോടെ സ്നേഹത്തോടെ എല്ലാവരും മഹാദേവൻ്റെ പാദങ്ങളിൽ, പാർവതി പരമേശ്വരൻ്റെ പാദങ്ങളിൽ വാരിപ്പുറത്തെ കെട്ടിപ്പറഞ്ഞ് ഒരു തടസ്സവുമില്ലാതെ ഉത്സവം നടക്കാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ആരും ഇവിടെ വ്യത്യാസമില്ല എന്നർത്ഥം. എല്ലാം ഒന്നാണ്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവ് ഉണ്ടായ ഒരു ഇണ്ടൽ, ആ രണ്ടക്ഷരം ഇണ്ടൽ മാറിക്കൊണ്ട് ലോകത്തെ മുഴുവനും തലപ്പുഞ്ച മഹാദേവൻ അനുഗ്രഹിക്കും. എല്ലാ അനുഗ്രഹ കലകളും ലോകത്തിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. ഉത്സവത്തിൻ്റെ അനുഗ്രഹ കലയുടെ പ്രവാഹം ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കട്ടെ. നമഃശിവായ. പാർവതീശ പാപനാശനാഹരെ.